കർത്താവേ നന്ദി പറയും. കർത്താവ് അങ്ങ് വലിയവനാണ്, അങ്ങ് സർവശക്തനാണ്. ഇനിയും ഞങ്ങളെ നടത്തുവാൻ അധികം കഴിയുള്ളവനാണ്. ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ ചെറുതിലും വലുതിലും വിശ്വസ്തനായി. ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ ചെറുതിലും വലുതിലും വിശ്വസ്തനായി. അളവിലും കുറയ്ക്കാതെ അതിരുകൾ വയ്ക്കാതെ മഹത്വത്തിനായി നിക്ഷേപമേകി. അളവിലും കുറയ്ക്കാതെ അതിരുകൾ വയ്ക്കാതെ മഹത്വത്തിനായി നിക്ഷേപമേകി. മഹത്വമേ മഹത്വമേ മരണത്തെ ജയിച്ച മഹത്വമേ. മഹത്വമേ മഹത്വമേ പിൻപടയായി വരുന്ന മഹത്വമേ. മഹത്വമേ 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 മരണത്തെ ജയിച്ച മഹത്വമേ. ഓഹോ മഹത്വമേ മഹത്വമേ പിൻപടയായി വരുന്ന മഹത്വമേ. മഹത്വമേ ശബ്ദത്തുയർത്തി. മഹത്വമേ മഹത്വമേ മരണത്തെ ജയിച്ച മഹത്വമേ. മഹത്വമേ മഹത്വമേ പിൻപടയായി വരുന്ന മഹത്വമേ. മഹത്വമേ 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 പിൻപടയായി വരുന്ന മഹത്വമേ. ഇനിയുള്ള ആണ്ടുകളിലും ഞാൻ വാഴുന്നതും ജീവനിൽ തൃപ്തി വരും സമാധാനത്താ. ഇനിയുള്ള ആണ്ടുകളിലും ഞാൻ വാഴുന്നതും ജീവനിൽ തൃപ്തി വരും സമാധാനത്താ. മുൻപു ഞാൻ അറിഞ്ഞതിലും മഹത്വരമായ മഹത്വത്താ. മുൻപു ഞാൻ അറിഞ്ഞതിലും മഹത്വരമായ മഹത്വത്താ. ദീർഘദൂരം ഓടിയിടും ഞാനും. മുൻപു ഞാൻ അറിഞ്ഞതിലും മഹത്വരമായ മഹത്വത്താ. ദീർഘദൂരം ഓടിയിടും ഞാൻ. ശബ്ദമേർത്തി. മഹത്വമേ 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 മരണത്തെ ജയിച്ച മഹത്വമേ. മഹത്വമേ മഹത്വമേ പിൻപടയായി വരുന്ന മഹത്വമേ. മഹത്വമേ 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 മരണത്തെ ജയിച്ച മഹത്വമേ. മഹത്വമേ മഹത്വമേ ഓഹോ മഹത്വമേ മഹത്വമേ മരണത്തെ ജയിച്ച
ജയിച്ച മഹത്വമേ, 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 പിൻപടയായി വരുന്ന മഹത്വമേ, മഹത്വമേ, മരണത്തെ ജയിച്ച മഹത്വമേ, 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 പിൻപടയായി വരുന്ന മഹത്വമേ. ആ കരങ്ങളടിച്ച് നല്ല കർത്താവിനെ ശബ്ദമുയർത്തി കരങ്ങളടിച്ച് ആനന്ദത്തോടെയാടും എൻ കാലുകൾ, ആനന്ദത്തോടെയാടും, ആനന്ദത്തോടെയാടും എൻ കാലുകൾ, ആനന്ദത്തോടെയാടും, ആനന്ദത്തോടെയാടും എൻ കാലുകൾ, ആനന്ദത്തോടെയാടും, ആനന്ദത്തോടെ. കണ്ടാലും എത്ര വലിയ കരുണയന്മേൽ ചൊരിഞ്ഞ് ചങ്കു പിഴിഞ്ഞെടുത്തൻ കറകൾ കഴുകി നന്ന. കണ്ടാലും എത്ര വലിയ കരുണയന്മേൽ ചൊരിഞ്ഞ് ചങ്കു പിഴിഞ്ഞെടുത്തൻ കറകൾ കഴുകി തന്ന. ആളൊഴിഞ്ഞ വീടു പോലിരുന്നെൻ്റെ ആയുസിനെ രാജാകോലാകാലം കൊണ്ടു നിറച്ചു ജീവിപ്പിച്ചേ. ആനന്ദത്തോടെയാടും എൻ കാലുകൾ, ആനന്ദത്തോടെയാടും, ആനന്ദത്തോടെയാടും എൻ കാലുകൾ, ആനന്ദത്തോടെയാടും, ആനന്ദത്തോടെയാടും. കാലുകൂടെ ചലിപ്പിച്ച് ആനന്ദത്തോടെയാടും എൻ കാലുകൾ, ആനന്ദത്തോടെയാടും എൻ കാലുകൾ, കമാൺ കാലുകൾ ആനന്ദത്തോടെയാടും എൻ കാലുകൾ, ആനന്ദത്തോടെയാടും എൻ കാലുകൾ. കണ്ടാലും എത്ര വലിയ കരുണയന്മേൽ ചൊരിഞ്ഞ് ചങ്കു പിഴിഞ്ഞെടുത്തൻ കറകൾ കഴുകി തന്ന. കണ്ടാലും എത്ര വലിയ കരുണയന്മേൽ ചൊരിഞ്ഞ് ചങ്കു പിഴിഞ്ഞെടുത്തൻ കറകൾ കഴുകി നന്നായി. ആളൊഴിഞ്ഞ വീടു പോലിരുന്നെൻ്റെ ആയുസിനെ രാജാകോലാകോലം കൊണ്ടു നിറച്ചു ജീവിപ്പിച്ചേ. ആനന്ദത്തോടെയാടും എൻ കാലുകൾ ചലിപ്പിച്ച് ആനന്ദത്തോടെയാടും എൻ കാലുകൾ, ആനന്ദത്തോടെ ആനന്ദത്തോടെയാടും എൻ കാലുകൾ, ആനന്ദത്തോടെയാടും, ആനന്ദത്തോടെ. കൂടെ നടന്ന കൂട്ടർ പാതി വഴി വിട്ടിട്ടോടി, സങ്കടത്താൽ സ്തംഭിച്ചു ഒറ്റപ്പെട്ടു പോയെന്നാലും. കൂടെ നടന്ന കൂട്ടർ പാതി വഴി വിട്ടിട്ടോടി, സങ്കടത്താൽ സ്തംഭിച്ചു ഒറ്റപ്പെട്ടു പോയെന്നാലും. സന്ധ്യയിങ്കൽ വിലാപം വന്നു നിഴൽ മൂടിയാലും, രാവിലെ ആനന്ദം കണ്ണിൻ മുൻപിൽ വിളയാടും. ആനന്ദത്തോടെയാ കാലുകൾ ചലിപ്പിച്ചു ആനന്ദത്തോടെയാടും, ആനന്ദത്തോടെ. ആനന്ദത്തോടെയാടും എൻ കാലുകൾ, ആനന്ദത്തോടെയാടും, ആനന്ദത്തോടെയാടും എൻ കാലുകൾ, ആനന്ദത്തോടെയാടും, ആനന്ദത്തോടെയാടും എൻ കാലുകൾ, ആനന്ദത്തോടെയാടും.
ഭൂലോകം ഉണ്ടാകുമ്പേ പേരാണെന്നെ അറിഞ്ഞെന്നെ. പണ്ടു പണ്ടു പണ്ടേ എൻ പേര് ചൊല്ലി വിളിച്ചെന്നെ. ഭൂഗോളം ഉണ്ടാകുമ്പേ പേരാണെന്നെ അറിഞ്ഞെന്നെ. പണ്ടു പണ്ടു പണ്ടേ എൻ പേരു ചൊല്ലി വിളിച്ചെന്നെ. പൊന്നു തമ്പുരാൻ തൻ്റെ കോടാകോടി ദൂതരുമായി എന്നെ തന്നോടു കൂടെ കൊണ്ടുപോകാൻ വരുന്നെന്നെ. ആനന്ദത്തോടെയാടും എൻ കാലുകൾ ആനന്ദത്തോടെ ആനന്ദത്തോടെയാടും എൻ കാലുകൾ ആനന്ദത്തോടെയാടും എൻ കാലുകൾ ആനന്ദത്തോടെയാടും ആനന്ദത്തോടെയാടും എൻ കാലുകൾ ആനന്ദത്തോടെയാടും എൻ കാലുകൾ ആനന്ദത്തോടെ ആനന്ദത്തോടെയാടും ആനന്ദത്തോടെയാടും എൻ കാലുകൾ ആനന്ദത്തോടെയാടും ആനന്ദത്തോടെയാടും എൻ കാലുകൾ ആനന്ദത്തോടെയാടും ആനന്ദത്തോടെയാടും എൻ കാലുകൾ ആനന്ദത്തോടെയാടും ആനന്ദത്തോടെയാടും എൻ കാലുകൾ ആനന്ദത്തോടെയാടും ആനന്ദത്തോടെയാടും എൻ കാലുകൾ. ശബ്ദത്തിൽ ആനന്ദത്തോടെ ആനന്ദത്തോടെ ആനന്ദത്തോടെയാടും എൻ കാലുകൾ ആനന്ദത്തോടെയാടും ആനന്ദത്തോടെ ആനന്ദത്തോടെയാടും എൻ കാലുകൾ ആനന്ദത്തോടെയാടും ആനന്ദത്തോടെയാടും എൻ കാലുകൾ ആനന്ദത്തോടെയാടും ആനന്ദത്തോടെയാടും എൻ കാലുകൾ ആനന്ദത്തോടെയാടും എൻ കാലുകൾ ആനന്ദത്തോടെയാടും ആനന്ദത്തോടെയാടും എൻ കാലുകൾ ആനന്ദത്തോടെയാടും ആനന്ദത്തോടെ ആനന്ദത്തോടെയാടും എൻ കാലുകൾ ആനന്ദത്തോടെയാടും. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദിവസം അടച്ച് La brala katara la rakurian tara la shmala rian tara la mana rian toro lobo shatala la tara la le brala turian tara la mana La brala katara la ra shata la ramana. രണ്ടായിരത്തി ചിലർക്ക് ചിലപ്പോൾ വേദനകൾ നിറഞ്ഞതായിരിക്കാം. ചില വേദനയിലൂടെ നീ കടന്നു പോയിട്ടുണ്ടെങ്കിൽ കുടുംബത്തിനകത്ത് അസ്വസ്ഥതകളാൽ നിങ്ങൾ ഒന്ന് മാറി ഒരു സന്തോഷം വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, ഈ സന്തോഷം ഇനി എന്നും നിലനിൽക്കണം. എന്നാൽ അതിനൊരു ആയുസ്സില്ലാതിരിക്കുന്ന മേഖലകൾ, അങ്ങനെ ഞങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരണം. ഇനി അധികമായി
അങ്ങനെയുള്ളവരെ നോക്കി ഈ വർഷത്തിന്റെ അവസാന മണിക്കൂറിൽ ദൈവം പറയുന്നു, എൻ മനമേ നീ സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് വലുതു ചെയ്യാൻ പോകും. ഞാൻ ചിലരെ നോക്കി പ്രവചിച്ച് പറയുന്നു, നിന്റെ ഹൃദയങ്ങളിലേക്ക് സ്വസ്ഥത വരുന്ന, സ്വസ്ഥതയുള്ള വർഷമായി 2025 വർഷം മാറാൻ പോകുന്നു. ഭൗതിക മേഖലകളിൽ കർത്താവിന് വേണ്ടി നിന്ന, കർത്താവ് പറഞ്ഞത് കഴിഞ്ഞ നാളുകൾ വിശ്വസ്തയോടെ ചെയ്ത, നിങ്ങളെ ദൈവം ഒരു കാര്യം ഏൽപ്പിച്ചെങ്കിൽ അതിൽ ഞാൻ വിശ്വസ്തയായിരുന്നു എന്ന് ഉള്ളം കൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ കൊടുത്ത അവരുടെ മേൽ ദൈവം സാമ്പത്തിക വഴികളെ തുറക്കുന്ന ഒരു സീസൺ 2026 വർഷത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ ചിലർക്ക് വാഹനങ്ങൾ എടുക്കുവാൻ, വാഹന സൗകര്യങ്ങൾ, 4 വീലർ 2 വീലർ തുടങ്ങിയ വാഹനങ്ങൾ കർത്താവ് തരുമെന്ന് ചിലരെ നോക്കി പ്രവചിക്കാൻ ചിലർക്ക് ദൂതന്മാരുമായുള്ള എൻകൗണ്ടറുകൾ ഉണ്ടാകുമെന്ന് കർത്താവ് പറയുന്നു. ആത്മീകമായും വളർത്തുന്ന, ഇതുവരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ആക്സലറേഷൻ ചിലരുടെ മേൽ ഒരു ദൈവിക ആക്സലറേഷൻ, ഡിവൈൻ പ്രോസ്പെരിറ്റികൾ ചില വിശ്വസ്തന്മാർ നമ്മോടൊപ്പം ചേരാൻ പോകുന്നു. വിശ്വസ്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. എന്നുള്ള വർഷത്തിലെ ഹെവൻലി റവല്യൂഷൻ ഹിസ്റ്ററിയെ ദൈവം അടുത്തൊരു ട്രാക്കിലേക്ക്, അടുത്തൊരു റൂട്ടിലേക്ക്, വലിപ്പവും വിശാലവുമേറിയ ഒരു വഴികളിലേക്ക് കർത്താവ് കയറ്റാൻ പോവുകയാണ്. ചിലരുടെ ആത്മീക ജീവിതത്തിനകത്ത് ചില റീസ്റ്റോറുകൾ സംഭവിക്കുന്ന സീസണാണ്. ഇന്നുവരെ പരിധി വിട്ട് ഉയരാൻ കഴിയാത്ത മേഖലകൾ, ഒരു ബൗണ്ടറി പോലെ നിന്ന ചില വിഷയങ്ങൾ ഒരു മറ പോലെ അല്ലെങ്കിൽ ഒരു മൂകത പോലെ ചിലരെ മൂടിയിരിക്കുന്ന മേഖലകൾ en una
എന്നുണർവിലും എൻ താഴ്വിലും എന്നാറ്റുമാ പാടും. എന്നുണർവിലും എൻ താഴ്വിലും എന്നാറ്റുമാ പാടും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി പാടാൻ കഴിയുമോ? ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നുണർവിലും എൻ താഴ്വിലും എന്നാറ്റുമാ പാടും. എന്നുണർവിലും എൻ താഴ്വിലും എൻ പാടും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാളരികിൽ എന്നും എന്നും വേണം. ഒരു ഇമ പോലും കുറയാതെ എന്നെ നോക്കിയിടുന്ന യേശുവപ്പയാണ് എപ്പോഴും എൻ്റെ പിതാനായി. കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാ. കൊതിയുള്ളവർ കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാ. കർത്താവേ, ഞങ്ങളെ പൂർണ്ണമായി ഞങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവ്, നമായതും ആകുന്നതും എല്ലാം അങ്ങയുടെ മഹത്വത്തിനായിരിക്കണം. കർത്താവ്, അങ്ങ് ഞങ്ങളിലൂടെ ചെയ്യാൻ പോകുന്ന വലിയ കാര്യങ്ങളെ കണ്ട് ഞങ്ങളും ഞങ്ങൾക്കുള്ളവരും അങ്ങേ സ്തുതിക്കുവാൻ, ഞങ്ങളോ കുറയണം അങ്ങ് വളരണം എന്നുള്ള ആ ഒരു ചിന്തയോടെ ആയിരിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ്, അങ്ങയുടെ പാദത്തിങ്കൽ പറ്റിച്ചേർന്ന് ജീവിപ്പാൻ
അങ്ങയുടെ സാന്നിധ്യത്തിൽ കീഴിൽ നടപ്പാൻ അങ്ങ് ഞങ്ങളെ ഇടയാക്കണമേ കർത്താവ്. ഇന്ന് രാത്രികാലം അങ്ങ് കേൾപ്പിച്ച ദൈവ ശബ്ദങ്ങൾക്കായി സ്തോത്രം. അങ്ങ് ഞങ്ങളങ്ങ് സ്നേഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവ്. ചിലരുടെ ആത്മീക റലങ്ങളെ കർത്താവ് ഓപ്പൺ ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. (2026) തുടങ്ങുന്ന നിമിഷം മുതൽ സഭയുടെ റലം അങ്ങ് മാറ്റാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെ ആയിരിക്കുന്നു കർത്താവെ. അങ്ങയുടെ സാന്നിധ്യത്തിന് കീഴിലായിരിക്കുന്നു കർത്താവെ. ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു കർത്താവെ. ഇനി ചില നിമിഷങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ മാത്രം 2025 തീരാൻ ബാക്കിയുള്ളപ്പോൾ കർത്താവ് വലിയ പ്രതീക്ഷയോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു കർത്താവെ. 2026 ഞങ്ങളിലൂടെ അങ്ങ് വലുത് ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. സകല മാനവും മഹത്വവും അങ്ങേക്കായിരിക്കണം കർത്താവ്. ഞങ്ങളോ കുറയണം, അങ്ങയുടെ നാമം മാത്രം വളരണം. അങ്ങയുടെ നാമജലജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ശബ്ദമുയർത്തി രാമേൻ പറഞ്ഞേ. ഒരിക്കൽ കൂടെ രാമേൻ പറഞ്ഞേ. ഒരിക്കൽ കൂടെ രാമേൻ പറഞ്ഞേ. ആ കരങ്ങളെ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് കരങ്ങളെ അടിച്ച് കരങ്ങളെ അടിച്ച് കരങ്ങളെ അടിച്ച് ഹല്ലേലൂയ. ഇന്ന് കർത്താവ് എന്നോട് സംസാരിക്കാൻ പറയുന്ന വിഷയം ഇതാ. ഈ ദിവസങ്ങളിൽ ഇന്ത്യയുടെ അകത്തൊരു വലിയ ഉണർവ് നടക്കുവാൻ പോവുകയാണ്. 2026 സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇന്ത്യയുടെ അകത്തൊരു ഉണർവ് നടക്കും. അത് ഒരു ജില്ലയിലായിരിക്കില്ല, ഒരു സംസ്ഥാനത്തിലായിരിക്കില്ല, ഒരു പട്ടണത്തിൽ ഒതുങ്ങി നിൽക്കുന്നതായിരിക്കില്ല. പല വ്യക്തികളെ കർത്താവ് ഈ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കും. ദൈവത്തിൻ്റെ വലിയ ഫേവറുകൾ വെളിപ്പെടുന്ന ഒരു വർഷത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുവാനായി പോകുന്നത്. കഴിഞ്ഞ നാളുകളിൽ ഇതിനകത്ത് വിശ്വസ്തന്മാരായിരുന്നവർ ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിനകത്തും ചില വലിയ ടേണിങ്ങുകൾ ഈ വർഷം നടക്കും. പരിശുദ്ധാത്മാവാം ദൈവം ഈ ദിവസങ്ങളിൽ എന്നോട് പറഞ്ഞ കാര്യങ്ങളിൽ ചെറിയ ചില വ്യത്യാസങ്ങൾ അതിനായി വരുത്തണം. ഒന്ന്, നിങ്ങൾ തിരുവചനം ഇതുവരെ വായിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഇതുവരെ വായിക്കുന്നത് ഒരു അധ്യായമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പേജാണെങ്കിൽ ഒരു അധ്യായത്തിലേക്ക് അതിനെ മാറ്റണം. മത്തായി എഴുതിയ സുവിശേഷം വായിച്ചു തുടങ്ങിയ മത്തായി എഴുതിയ സുവിശേഷം നമ്മളിപ്പം വായിക്കുന്നത് ഒരാഴ്ച കൊണ്ട് വായിച്ച് തീർക്കുന്ന വ്യക്തിയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 5 ദിവസത്തേക്കോ 4 ദിവസത്തേക്കോ 1 ദിവസത്തേക്കോ ചുരുക്കണം. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എങ്കിലും വായനാശീലം കൂട്ടണം. ദൈവവചനം ഭക്ഷിക്കുന്നവരായി നിങ്ങൾ തീരണം. ഹല്ലേലൂയ. കാരണം 2026 ലോകം കാത്തിരുന്ന ഉണർവിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. 120 പേർ ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചു. 120 പേരുടെ മേലും പരിശുദ്ധാത്മാവ് ഒരുപോലെ ചലിച്ചു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. പക്ഷെ അതിനകത്തുനിന്ന് ഒരു പത്രോസ് എഴുന്നേറ്റത്. ആ പത്രോസിന് മറ്റുള്ളവരെക്കാളും ദാഹമുണ്ടായിരുന്നു, കൊതിയുണ്ടായിരുന്നു. തൻ്റെ കൊതിയും തൻ്റെ ദാഹവും താൻ ചെയ്ത തെറ്റ് ഏറ്റു പറയുവാനുള്ളൊരു മനസ്സും യേശുവിനെ സ്നേഹിക്കാനുള്ളൊരു മനസ്സും കാണിച്ചതുകൊണ്ട് തന്നെ കർത്താവ് ഉപയോഗിച്ചു. ഹല്ലേലൂയ. നിങ്ങളുടെ ദാഹവും കൊതിയുമാണ് 2026 ഉണർവിൽ നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ വിചാരിക്കണം, തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയല്ല, നിങ്ങളുടെ ഭാര്യയല്ല, നിങ്ങളുടെ മകനല്ല, നിങ്ങളുടെ അപ്പനല്ല, നിങ്ങളുടെ ചാർച്ചക്കാരല്ല, നിങ്ങളുടെ ബന്ധുക്കളല്ല, ആരും ചിന്തിക്കുന്നതിനേക്കാൾ നിങ്ങൾ കർത്താവിന് വേണ്ടി നിന്നാൽ മാത്രമേ നിങ്ങളുടെ വ്യക്തിപരമായ ദാഹത്തെ തീർക്കുവാൻ കർത്താവ് ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാൻ നിങ്ങൾ കർത്താവിന് വേണ്ടി ഇറങ്ങുകയും കർത്താവിന് വേണ്ടി ദാഹം തീർക്കുന്ന കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ ജീവജല നദി പ്രാപിക്കുവാൻ നിങ്ങൾ കർത്താവിൻ്റെ അടുക്കൽ ഇറങ്ങി ചെല്ലുകയും അത് ധാരാളമായി കുടിക്കുകയും ആ കുടിച്ച ജീവജല നദി അനേകർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നിൻ്റെ സ്വഭാവത്തെ മാറ്റി, വാക്കിനെ മാറ്റി, പ്രവൃത്തിയെ മാറ്റി നടക്കുന്നവൻ 2026 ഉണർവിൽ കാണും. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ വേള തുടങ്ങുന്ന സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ പ്രവൃത്തി 2026 എങ്ങനെ വെളിപ്പെടുമെന്ന് മനസ്സിലാവും. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ വേള തുടങ്ങുന്നതിന് മുന്നേ ഞാൻ കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്, മലാഖി പുസ്തകത്തിനും പുതിയ നിയമ മത്തായി പുസ്തകത്തിനും ഇടയിൽ
ഒരു ഇരുണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു. ദൈവശബ്ദം കേൾക്കാത്ത, ദൈവത്തിൻ്റെ പ്രവാചകന്മാരില്ലാത്ത, അഭിഷേകം ചലിക്കാത്ത ഒരു കാലഘട്ടം. പക്ഷെ അതിനകത്തുള്ള ഒരു പ്രത്യേകത, അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ വർഷങ്ങൾ കഴിഞ്ഞ് ഇരുണ്ട കാലഘട്ടം കഴിഞ്ഞ സമയത്ത് യോഹന്നാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലൂടെ ഉള്ള പ്രവചന ശബ്ദത്തോടെയാണ് കർത്താവിൻ്റെ തിരുവചനം വീണ്ടും ആരംഭിക്കുന്നത്. മക്കൾ ലഭിക്കില്ല എന്ന് പറഞ്ഞ ഒരു തലമുറയ്ക്ക് ദൈവത്തിൻ്റെ ദൂതനിലൂടെ കിട്ടിയ വാഗ്ദത്തം വിശ്വസിക്കുവാൻ കഴിയാത്തൊരു തലമുറയ്ക്ക് അവരുടെ ഒരു തലമുറയായി യോഹന്നാൻ ഏലിയാ പ്രവാചകന്റെ അഭിഷേകത്തോടെ, അധികാരത്തോടെ പുറത്തു വരികയും താൻ യേശുവിന് വേണ്ടി വഴികാട്ടിയാകുവാൻ തക്കവണ്ണം, വഴി തുറക്കുവാൻ തക്കവണ്ണം തന്നെ നിയോഗിക്കുന്ന ചരിത്രത്തോടെ പുതിയ നിയമം ആരംഭിക്കുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ 100 വർഷത്തിന് മുന്നേ അസൂസ സ്ട്രീറ്റിലുണ്ടായ ഉണർവിനൊക്കെ മുന്നോടിയായി ഇതേപോലെ ഒരു ഇരുണ്ട കാലഘട്ടം ഉണ്ടായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഏതൊക്കെ കാലഘട്ടത്തിൽ, ആദിമ നൂറ്റാണ്ട് മുതൽ ഏതൊക്കെ കാലഘട്ടത്തിൽ ഇന്ന് വരെ കാണുന്ന കാലഘട്ടത്തിനകത്ത് എവിടെയൊക്കെ ഇതുപോലെ ഇരുണ്ട യുഗങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അത് കഴിയുമ്പോൾ സഭ വളർന്നിട്ടുണ്ട്. സഭയുടെ അകത്ത് ശത്രുക്കൾ കയറി വരുമ്പോൾ, പ്രവാചകന്മാരെയും അഭിഷിക്തന്മാരെയും നശിപ്പിക്കുന്ന അപ്പോസ്തലന്മാരെ കൊന്നുകളയുന്ന ചരിത്രം കഴിയുമ്പോൾ, അവർ ഭിന്നിച്ച് മാറിപ്പോയാലും അവരിലൂടെ അടുത്ത സെക്ഷനിൽ ഉണർവ് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കാലഘട്ടത്തിൽ ദൈവം കരുതിയ, ദൈവം അംഗീകരിച്ച ഒരു ഇരുണ്ട കാലഘട്ടം നമുക്കും കടന്നുപോയി. 2018 ആരംഭിച്ച് 21 വർഷത്തേക്ക് പിടിച്ചു കുലുക്കിയ കോവിഡ് എന്ന് പറയുന്ന കാലഘട്ടം, അനേകർ മരിച്ചുപോയ കാലഘട്ടം, ഇനി സഭ തുറക്കുമോ എന്ന് ഭയപ്പെട്ട കാലഘട്ടം, സഭയെ വരെ അടച്ചുകൊണ്ട് ദൈവപ്രവർത്തിക്ക് എതിരായി നിന്ന ഒരു കാലഘട്ടം. ഹല്ലേലൂയ. പക്ഷെ ആ സമയത്താണ് ഓൺലൈൻ വഴി ഏറ്റവും കൂടുതൽ പ്രയർ നടന്നത്. ആ കാലഘട്ടം കഴിഞ്ഞ് ഇപ്പം നമ്മൾ 2025 വന്ന് നിൽക്കുമ്പോൾ ലോകത്തിലെ സഭകളുടെ അധ്യക്ഷന്മാരെന്ന അഭിഷിക്തന്മാർ പ്രാർത്ഥിച്ച പ്രകാരം 2030 ഉണർവ് നടക്കുമെന്ന് അവർക്ക് ലഭിച്ചിരിക്കുമ്പോൾ, ഇത് ഉണർവിൻ്റെ കാലഘട്ടമായി അവർ എഴുതിയിട്ട് അതിനുവേണ്ടി ഉപവാസമെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. ആയതുപോലെ നമ്മുടെ ഇടയിലേക്ക് പുതിയ ഒരു പെന്തക്കോസ് വരികാൻ പോവുകയാണ്. കർത്താവിൻ്റെ യോഹന്നാൻ്റെ വാക്കിലൂടെ കർത്താവ് വെളിപ്പെട്ടു. കർത്താവിന് യോഹന്നാൻ ജ്ഞാനം കൊടുത്തു. കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ച കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം, കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കഴിഞ്ഞ് പിതാവിൻ്റെ ആഗ്രഹപ്രകാരം താൻ ക്രൂശ് മരണം വഹിച്ച് പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് പോയ സമയത്ത്, താൻ പിതാവിനോട് വാങ്ങി നൽകാമെന്ന വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവിനെ തൻ്റെ അഭിഷിക്തന്മാരുടെ മേലയച്ച് ഒരു പെന്തക്കോസ് കാലഘട്ടം വീണ്ടും ആരംഭിച്ചെങ്കിൽ, ഈ നാളുകളിൽ വീണ്ടും ഒരു പെന്തക്കോസ് ചരിത്രം ഉണ്ടാകുവാൻ പോകുകയാണ്. കർത്താവ് ചെയ്തതിലും അതിലും ഉപരിയായി ചെയ്യുവാൻ കഴിയുന്ന ഒരു തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ പോകുന്നു. 2026 അങ്ങനെ ഒരു വർഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് ചെയ്തത് എന്താണോ അതിനേക്കാൾ ഉപരിയായി ചെയ്യുവാൻ കഴിയുന്ന ദൈവനാമം മാത്രം വളരണമെന്ന് ആഗ്രഹിക്കുന്ന, ഞാൻ കുറയണം, കർത്താവ് വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തലമുറയെ കർത്താവ് ഈ നാളുകൾ എഴുന്നേൽപ്പിക്കും. കർത്താവിൻ്റെ വലിയ വീരപ്രവൃത്തികൾ വെളിപ്പെടുന്ന വർഷത്തിലേക്കാണ് നമ്മൾ കാൽ വയ്ക്കുവാൻ പോകുന്നത്. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നടക്കുവാൻ പോകുന്ന വർഷത്തിലേക്കാണ് നമ്മൾ കാൽ വയ്ക്കുവാൻ പോകുന്നത്. അഭിഷേകത്തിൻ്റെ നമ്മെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, നമ്മെ ശക്തമേറിയ രീതിയിൽ ഉപയോഗിക്കുന്ന പരിശുദ്ധാത്മാവ് പൂർണ്ണമായും അപ്പോസ്തല പ്രവൃത്തികൾ പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്നതുപോലെ ശക്തിയോടെ വീണ്ടും വെളിപ്പെടുന്ന, വീണ്ടും പുതിയ അപ്പോസ്തലിക ചരിത്രങ്ങൾ തിരുത്തി കുറിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് സഭ നീങ്ങുവാൻ പോകുന്നു. ലോകസഭ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. അതിനാദ്യം വേണ്ടത് ബൈബിൾ വായന, അല്ലെങ്കിൽ തിരുവചനം വായിക്കുക. എത്രത്തോളം വിശുദ്ധന്മാരായ അഭിഷിക്തന്മാർ എഴുതിയ പുസ്തകം കിട്ടും അത്രത്തോളം വായിക്കുക. രണ്ടാമത് പ്രാർത്ഥന. കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത കുടുംബങ്ങളും ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന ഇല്ലാത്ത കുടുംബങ്ങളും നിങ്ങളത് തുടങ്ങണം. കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത കുടുംബങ്ങളെ പിശാച് വഴിതെറ്റിച്ച് കളയും. ഒറ്റയ്ക്ക് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തി കളയും, തകർത്ത് കളയും. ഇത് രണ്ടും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. മൂന്നാമത് കർത്താവ് എന്നോട് പറഞ്ഞത് നെഗറ്റീവ് പറയരുത്.
നിങ്ങളുടെ വായിൽ നിന്ന് ഒരു നെഗറ്റീവ് വാക്ക് 2026 ഈ നിമിഷം മുതൽ ഇനി വരരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, ജീവിത പങ്കാളിയെക്കുറിച്ച്, ഉപജീവന മാർഗങ്ങളെക്കുറിച്ച്, വ്യക്തിപരമായ ജീവിതങ്ങളെക്കുറിച്ച് നെഗറ്റീവ് പറയരുത്. കാരണം ഈ മൺകൂടാരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. നീ പറയുന്നത് സംഭവിക്കും. നിനക്ക് നെഗറ്റീവ് പറയാൻ പറ്റുന്നിടത്ത് പോസിറ്റീവ് പറയണം. നിന്റെ കുഞ്ഞുങ്ങളെ നോക്കി നീ അനുഗ്രഹിക്കണം. നിന്റെ കുടുംബത്തെ നോക്കി നീ അനുഗ്രഹിക്കണം. നിന്റെ വ്യക്തിപരമായ ജീവിതത്തെ നോക്കി നീ അനുഗ്രഹിക്കുന്ന ഒരു വർഷമായി മാറണം. നിന്റെ നാവ് എന്ത് പറയുന്നു? ജീവനും മരണവും നാവിന്മേലിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, തിരുവചനം പറയുന്നു. നിന്റെ നാവിൽ എന്തു നീ പറയുന്നു അത് 2026 കഴിയുന്നതിന് മുന്നേ കാണും. നീ തലമുറ അനുഗ്രഹിച്ചാൽ തലമുറ അനുഗ്രഹമായി മാറും. നീ ശപിച്ചാൽ ശാപമായി മാറും. ഹല്ലേലൂയ. ഇതുവരെ നീയായി കെട്ടിയ കാര്യങ്ങൾ, നീയായി വാക്കാലിട്ട ബന്ധനങ്ങൾ അഴിച്ച് നീ മാറ്റണം. നീ പോസിറ്റീവായി സംസാരിക്കണം. നിന്റെ കുടുംബത്തെക്കുറിച്ച്, നിന്റെ ഭർത്താവിനെ കുറിച്ച് നീ നല്ലത് പറയണം. നിന്റെ ഭാര്യയെക്കുറിച്ച് നീ നല്ലത് പറയണം. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നെഗറ്റീവ് ഉണ്ടാകരുത്. അതേപോലെ ആരാധന എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു കുറവും വരുത്തരുത്. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസ്തത കാണിച്ചു വന്ന് ഹൃദയപരമായി വിശ്വസിക്കുന്ന വ്യക്തികളോട് ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ വിളിച്ചു പറയുന്നു, നീ സമ്പത്തിലും സമയത്തിലും ആരാധനയിലും ദൈവത്തിന് കൊടുത്തതുകൊണ്ട് നീ പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ നിന്റെ കൺമുന്നിൽ കാണുവാൻ പോകും. നീ പ്രതീക്ഷിക്കാതെ നിന്റെ ഭവനത്തിനകത്ത് നടക്കുവാൻ പോകുന്നു. നീ പ്രതീക്ഷിക്കാത്ത ദൈവപ്രവൃത്തി നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടും. നീ പ്രതീക്ഷിക്കാത്ത നിന്റെ ഉപജീവന മാർഗത്തിനകത്ത് വെളിപ്പെടും. നീ പ്രതീക്ഷിക്കാത്ത നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടും. ഞാൻ വീണ്ടും പറയുന്നു, 2025 കർത്താവിൽ വിശ്വസ്തത കാണിച്ചവർ മാനിക്കുവാൻ പോകും. ഹല്ലേലൂയ. 2026 സഭകളെ കർത്താവ് ഉപയോഗിക്കും. വിശ്വസ്തന്മാരെ വെച്ചുകൊണ്ടിരുന്ന കുറച്ച് നമ്പേഴ്സ് ആൾക്കാരെ വെച്ചുകൊണ്ടിരുന്ന അഭിഷിക്തന്മാർ വളരും. ചിലപ്പോൾ അവർക്ക് TV ചാനൽ കാണില്ല, യൂട്യൂബ് കാണില്ല, സാമ്പത്തികം കാണില്ല, അവർക്ക് ഫ്ലെക്സ് അടിക്കാൻ ആൾ കാണില്ല, ആരും കാണില്ല. പക്ഷെ ദൈവം വളർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അലർട്ടായി വേണം പ്രവേശിക്കുവാൻ. കഴിഞ്ഞ നാളിൽ ചെയ്തതുപോലെ പാവം ചെയ്യുകയും പിണക്കവും പകയും ജാരസംഖ്യയും തുടങ്ങിയ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഒരു സൈഡും ആത്മാവിൻ്റെ ഫലം മറ്റൊരു സൈഡിലും കൊണ്ട് നടക്കാമെന്ന് വിചാരിക്കരുത്. നിൽക്കുകയാണെങ്കിൽ വിശ്വസ്തനോടെ നിൽക്കണം, അല്ലെങ്കിൽ ഒരു വിശ്വാസിയായിട്ട് തുടരണം. നമ്മളെ സഭയിനകത്തും കുറച്ച് പേരങ്ങനെ വരട്ടെ. ചുമ്മാ കരവടിക്കാനും ചുമ്മാ അന്യഭാഷ പറയാനും കുറച്ച് ആൾക്കാർ വേണം. ഞാൻ പറയുന്നത് അങ്ങനെ വേണ്ടെന്നാണ്. പക്ഷെ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ശത്രുവിനെ സ്നേഹിക്കുന്ന, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന, കൃത്യമായി ഫലം കായ്ക്കുന്ന വ്യക്തികൾ തന്നെ നിൽക്കണം. അല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തൊക്കെ സംഭവങ്ങൾ വന്നുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. കഴിഞ്ഞ നാളിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ പറയുമ്പോൾ പല ചാൻസുകൾ, പല കാര്യങ്ങൾ പറയും അല്ലേ. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, എനിക്ക് ഇന്ന കാര്യം ഉണ്ടായിരുന്നു, എനിക്ക് അവിടെ ജോലി ഉണ്ടായിരുന്നു, എനിക്ക് ഇവിടെ പോകണമായിരുന്നു, എനിക്ക് ഇന്ന തിരക്കുണ്ടായിരുന്നു. ഈ എക്സ്ക്യൂസ് ഒന്നും ഈ 2026 നടക്കില്ല. 2026 വചനം വായിക്കുന്നവനോട് കർത്താവ് വചനപ്രകാരം ഇടപെടും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവനോട് പ്രാർത്ഥന സ്ഥലത്ത് വെച്ച് കർത്താവ് ഇടപെടും. ആരാധിക്കുന്നവന് ആരാധനയുടെ മധ്യത്തിൽ വെച്ച് കർത്താവ് വെളിപ്പെടുത്തും. കഴിഞ്ഞ നാളിൽ ജീവിച്ചതുപോലെ ഒരു ചാൻസും തരാത്ത വർഷമാണ് 2026. കാരണം ഇനി അടുത്ത് വരാൻ പോകുന്നത് കൊയ്ത്തിൻ്റെ വർഷമാണ്. ഹാർവസ്റ്റാണ് വരാൻ പോകുന്നത്. ഞാൻ 100% വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ഫേവറുകൾ വെളിപ്പെടാൻ പോകുന്ന വർഷങ്ങളിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കാൻ പോകുന്നത്. ഭയത്തോടും വിറയലോടും ദൈവത്തെ ആരാധിക്കണം. 9 മണി എന്ന് പറഞ്ഞാൽ 8:55 ഇതിനകത്ത് കയറിയിരിക്കണം. ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ശക്തമേറിയ രീതിയിൽ നിന്നിരിക്കണം. ചാൻസുകളും മറ്റുള്ള കാര്യങ്ങളും പറഞ്ഞു ഉഴപ്പരുത്. ദൈവം നിന്ന നിങ്ങളുടെ വഴിയിൽ കാണിക്കരുത്. നിങ്ങളുടെ ഭവനത്തിന് ചുറ്റുമായിരിക്കുന്ന ജാതിയന്മാരെ കൊണ്ട് നിങ്ങളെ തെറ്റു പറയിക്കരുത്. ദൈവത്തിന് നിന്ന വരുത്തരുത്. അവൻ ബൈബിളും എടുത്തുകൊണ്ട് നടന്നിട്ട് ഇവൾ ആരാധനയ്ക്ക് പോയിട്ട് ഇവളുടെ കുടുംബം കണ്ടോ, അതിനകത്ത് നടക്കുന്ന വഴക്ക് കണ്ടോ, അതിനകത്ത് നടക്കുന്ന അടി കണ്ടോ എന്ന് പറയിക്കുവാൻ സാത്താൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ദിവസങ്ങളാണിത്. അതുകൊണ്ട് നമ്മൾ വാ പൂട്ടണം.
നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. നമ്മുടെ സ്വഭാവത്തെ മാറ്റണം. നമ്മൾ മാറുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരും മാറും. 100% ആയിട്ട് മാറിയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ 2026 എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അനുഗ്രഹപ്പെട്ട വർഷമാണ്. എൻ്റെ ആത്മീയ ഭാഷയിൽ ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞോട്ടെ, എൻ്റെ ജീവിതത്തിനകത്ത് ഈ 13 വർഷം കൊണ്ട് കാണാത്ത വലിയ ദൈവപ്രവൃത്തിയും വലിയ ദൈവ നന്മയും വരുന്ന വർഷമായിരിക്കും 2026. എൻ്റെ മക്കൾക്ക് വാഹനങ്ങൾ ലഭിക്കുന്ന വർഷമാണ് 2026. ഭവനങ്ങൾ ലഭിക്കുന്ന വർഷമാണ് 2026. ആത്മീകമായും ഭൗതികമായും നന്മകൾ ലഭിക്കുന്ന വർഷമാണ് 2026. 2026 ഒരു ദൈവപ്രവൃത്തിയുടെ വർഷം തന്നെ ആയിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ വേള തുടങ്ങിയ സമയത്ത് കർത്താവിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപ്പെട്ട സമയം ജനത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. കാരണം അന്ന് ഉണ്ടായിരുന്ന പരീക്ഷന്മാരും ന്യായശാസ്ത്രന്മാരും അങ്ങനെയുള്ള വ്യക്തികൾ, ദൈവവചനം നന്നായി പഠിച്ചവർ, ന്യായപ്രമാണത്തെ നന്നായി അറിയാവുന്ന വ്യക്തികൾക്ക് ഒരു കാര്യം നിശ്ചയമായിട്ട് അറിയായിരുന്നു, ഇത് അത്ഭുതങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ യേശുവിലൂടെ നടക്കുന്ന അത്ഭുതങ്ങൾ ഇന്ന് നടക്കാറുണ്ട്. യേശുവിലൂടെ അത്ഭുതം നടക്കാറുണ്ട്. ഇന്ന് ലോകപരമായും അത്ഭുതം നടക്കുന്നുണ്ട്, യേശുവിലൂടെ നടക്കുന്നു. അന്ന് നടക്കുമായിരിക്കാം. മന്ത്രവാദികളിലൂടെ മറ്റുള്ള പ്രവൃത്തികൾ വെളിപ്പെടുത്തുന്നവരിലൂടെ അത്ഭുതങ്ങൾ നടക്കാറുണ്ട്. അന്ന് നടക്കുന്ന ആ അത്ഭുതങ്ങൾ, യേശുവിലൂടെ നടക്കുന്ന അത്ഭുതങ്ങൾക്ക് ഇവർ നോക്കുമ്പം ദൈവം ചെയ്യുന്നത് പോലെ ആര് ചെയ്യുന്നു? ഒരു മനുഷ്യൻ ഈ ലോകത്ത് ചെയ്യുന്നു. ഇവരുടെ ബുദ്ധിക്ക് അത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അവരെ തെറ്റല്ല കേട്ടോ, അവർ പഠിച്ച കാര്യങ്ങൾ അങ്ങനെയാണ്. ഒരു രോഗം വരുന്ന വ്യക്തി സമാപന കൂടാരത്തിൽ പോകണം, പുരോഹിതനെ കാണിക്കണം, പുരോഹിതൻ പറയുന്ന ക്രിയകൾ ചെയ്യണം, അപ്പോൾ ദൈവം അവരെ വിടുവിക്കും. പാവിക്ക് രോഗം വരും. പാപം ക്ഷമിക്കുവാൻ ആർക്ക് മാത്രമേ കഴിയൂ? ദൈവത്തിന് മാത്രമേ കഴിയൂ. ഇതൊക്കെ ന്യായപ്രമാണത്തിനകത്തുള്ളതാണ്. ഇതെല്ലാം പഠിച്ചു വച്ചിരിക്കുന്ന ഒരു ജനത്തിൻ്റെ ഇടയിൽ, ആ ജനത്തിൻ്റെ ഇടയിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തി എഴുന്നേറ്റ് വന്ന് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. എങ്കിൽ 2026 വിശ്വസിക്കാൻ പറ്റൂല. ഹല്ലേലൂയ. നമുക്ക് അന്നത്തെ ജനത്തിന് വിശ്വസിക്കാൻ പറ്റാത്ത പോലെ 2026 നമ്മുടെ ഇടയിൽ, അതായത് ദേശത്തിനകത്ത് വളർന്നു വന്നവൻ ആ ദേശത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ആരൊക്കെ എൻ്റെ അവിടെ ഉണ്ട്? മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു, ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കണക്കെഴുതിയാൽ, യോഹന്നാന്റെ സുവിശേഷ പുസ്തകം അവസാനിക്കുമ്പോൾ അദ്ദേഹം ഒരു വരി കൂടെ എഴുതി. അതിനെക്കുറിച്ച് എഴുതിയാൽ, ഈ 3.5 വർഷം കൊണ്ട് നടന്ന പ്രവൃത്തിയെക്കുറിച്ച് എഴുതിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകം ഏതായിട്ട് മാറും? തൻ്റെ അത്ഭുതങ്ങളുടെ നീണ്ട നിര എഴുതിയ പുസ്തകമായിട്ട് മാറും. വേറെ ഒന്നും എഴുതാൻ പറ്റാത്ത അവസ്ഥയാണ് യോഹന്നാൻ. ഹല്ലേലൂയ. അത്രയും അതിശയകരമായ, അത്രയും വിശ്വസിക്കുവാൻ കഴിയാത്ത അത്ഭുതങ്ങളുടെ നീണ്ട നിര ചെയ്ത ആളാണ് കർത്താവ്. കർത്താവ് ചെയ്തതിന് ശേഷം അതോടെ സ്റ്റോപ്പായെന്ന് വിചാരിച്ചിരുന്നിടത്ത് ഒരു പെന്തക്കോസ്ത് നാളിനകത്ത് കാത്തിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവിടെ നിന്ന് വീണ്ടും അപ്പോസ്തല പ്രവൃത്തി റീക്രിയേറ്റായി, അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ വെളിപ്പെട്ടു തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് മുതൽ ഇന്ന് വരെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിന്നിട്ടില്ല, ദൈവത്തിൻ്റെ അടയാളങ്ങൾ നിന്നിട്ടില്ല. സഭയുടെ അകത്തുള്ള വ്യക്തികൾ പോലും പലപ്പോഴും ഇത് ദൈവം ചെയ്യുന്നതല്ല, ദൈവത്തിൻ്റെ അത്ഭുതമല്ല, ഇങ്ങനെയൊക്കെ പറയത്തക്ക രീതിയിലുള്ള അത്ഭുതങ്ങൾ ഇന്നും നടക്കുന്നുണ്ട്. വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ ഇന്നും നടക്കുന്നുണ്ടെങ്കിൽ 2026 ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ നടക്കാൻ പോവാൻ. ഹല്ലേലൂയ. അത്ഭുതം ചെയ്യുന്ന വ്യക്തിയോട് വന്ന് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അവന് പറയാൻ പറ്റില്ല ഇതെങ്ങനെയാണ് സംഭവിച്ചത്. അവൻ അറിയില്ല ഇതെങ്ങനെയാണ്. അവൻ പ്രാർത്ഥിച്ചു, അവൻ നോക്കി, അവൻ തൊട്ടു, അത്ഭുതം നടന്നു. ഇത്രയും അവന് പറയാൻ അറിയാവൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇത് എന്തിനാൽ സംഭവിക്കുന്നുവെന്ന് ജനം തിരക്കുവാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ യഥാർത്ഥമായി തിരക്കുന്നവൻ സഭയിലേക്ക് വരുന്ന കാലഘട്ടമാണ്. അതാണ് ഉണർവ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുവചനം ഇങ്ങനെ പറയുന്നു. മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 29 മുതൽ 31 വരെ. ഇതിനകത്ത് കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ ഒരു നീണ്ട നിര എഴുതിയിട്ടുണ്ട്. യേശു അവിടെ നിന്ന് യാത്രയായി ഗലീല കടലിനരികെ ചെന്നു, മലയിൽ കയറി അവിടെ ഇരുന്നു. വളരെ പുരുഷാരം, മുടന്തന്മാർ, കുഴിയടർ, ഊമർ, കൂനർ മുതലായ പലരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ കാൽക്കീഴിൽ വച്ചു അവൻ അവരെ സൗഖ്യമാക്കി. ഊമർ സംസാരിക്കുന്നതും കൂനർ സൗഖ്യമാക്കുന്നതും മുടന്തർ നടക്കുന്നതും കുരുടർ കാണുന്നതും പുരുഷാരം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു, ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശുവിനെ മഹത്വപ്പെടുത്തിയെന്ന് അതിനകത്ത് എവിടെ എഴുതിയിട്ടുണ്ടോ? ഇല്ല. യേശുവിനെ അയച്ച പിതാവായ ദൈവത്തിനെ മഹത്വപ്പെടുത്തി. ഇത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. നമ്മളുടെ അത്ഭുതങ്ങൾ നടക്കുമ്പോഴും നമ്മുടെ പേര് വർദ്ധിക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ ഭൗതിക നന്മകൾ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കരുത്. അത് ആ പേരും പറഞ്ഞ് അത് വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കരുത്. യേശു ഒരു അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ പിതാവിന് മഹത്വം കിട്ടുന്ന രീതിയിലുള്ള അത്ഭുതം ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഒരു അത്ഭുതം ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളിലൂടെ പിതാവായ ദൈവം അല്ലെങ്കിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യുന്നുണ്ടെങ്കിലും ഇന്നും കർത്താവ് ആഗ്രഹിക്കുന്നത് പിതാവ് മഹത്വപ്പെടണമെന്നാണ്. അതിനാണ് കർത്താവ് വിശ്വസ്തന്മാരെ നോക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, അതിനാണ് കർത്താവ് വിശ്വസ്തന്മാരെ നോക്കുന്നത്. അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും കർത്താവിന് ഇത് കൊടുത്തുവിടായിരുന്നോ? കർത്താവ് ഇതുവരെ അതിനെ ഒളിപ്പിച്ച് വെച്ചത്. വീണ്ടും അത് ക്രിയേറ്റ് ആകുന്ന 2026 അത് കൊടുക്കുവാൻ പോകുന്നത് വിശ്വസ്തന്മാർക്കാണ്. ധാരാളം പേരുണ്ടെങ്കിലും സെലക്റ്റഡായ ചില വ്യക്തികൾ കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു തുടങ്ങും. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി തുടങ്ങും. ദൈവത്തിൻ്റെ മഹത്വം അതിനകത്ത് വെളിപ്പെടും. വിശ്വസിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ നടക്കുമ്പോൾ ജനം ആശ്ചര്യപ്പെടും. ജനം ദൈവത്തെ സ്തുതിക്കും. ദൈവം ഇല്ല എന്ന് പറഞ്ഞവർ ദൈവസഭയിലേക്ക് കടന്നു വരും. നിനക്ക് സൗജന്യമായി കർത്താവ് തന്നതല്ലേ? എന്തിനു വേണ്ടി? കർത്താവ് നിന്നതുപോലെ നിന്റെ ദേശത്തിനകത്ത് നിന്നിക്കാൻ. കർത്താവ് ചെയ്തതിലുപരി നീ ചെയ്യാൻ, നിന്റെ ഇഷ്ടം ചെയ്യാനല്ല നമ്മെ വിളിച്ചത്. യേശുവിനെ കർത്താവ് വിളിച്ചത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ്. അതുകൊണ്ട് പിതാവ് മഹത്വപ്പെടുത്തി. ഇനി ദൈവസഭ, കർത്താവ് അങ്ങനെ ചെയ്തു. ആ സൗഖ്യം വെളിപ്പെട്ടാൽ, കർത്താവിൽ നിന്നുള്ള സൗഖ്യങ്ങൾ വെളിപ്പെട്ടാൽ ദൈവമഹത്വം ഉണ്ടാവും. ഇന്ന് ലോകത്തിൽ പല അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അത് ദൈവമഹത്വത്തിനല്ല. കാരണം എന്ന് പറഞ്ഞാൽ ദൈവമല്ല അത് ചെയ്യുന്നത്. ദൈവം ഒരു അത്ഭുതം ചെയ്താൽ അത് സ്റ്റാൻഡേർഡായിട്ട് ചെയ്യും. മോശ എന്ന് പറയുന്ന വ്യക്തിയെ, പ്രവാചകന്റെ കരങ്ങളിൽ നിന്ന് വടി തറയിലിടുമ്പോൾ പാമ്പായി. അന്നത്തെ കാലത്ത് മിസ്രൈമിലെ മന്ത്രവാദികളുടെ കരങ്ങളിൽ ഇരുന്ന വടി തറയിലിട്ടപ്പോഴും പാമ്പായി. പക്ഷെ മോശയുടെ വടിയാകുന്ന പാമ്പ് എന്ത് ചെയ്തു? അതിനെ വിഴുങ്ങിക്കളഞ്ഞു. ഹല്ലേലൂയ. മന്ത്രവാദികളുടെ വടിയാകുന്ന പാമ്പ് വാ തുറന്ന് വരുന്നതിൻ്റെ ഇടയിൽ പാമ്പിനെ മറ്റേ പാമ്പങ്ങ് വിഴുങ്ങും. ഹല്ലേലൂയ. ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ വെറൈറ്റിയാണ്. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് സമ്മതിക്കേണ്ടി വരും ഇത് ദൈവമാണ് ചെയ്തതെന്ന് സമ്മതിക്കേണ്ടി വരും. ഫിലിപ്പോസ് ഇറങ്ങി ശുശ്രൂഷ ചെയ്തു, സുവിശേഷം പറഞ്ഞു, ദേശം സന്തോഷിച്ചു. അവിടെയുള്ള മന്ത്രവാദികളും മറ്റുള്ള വ്യക്തികളും അവരുടെ പുസ്തകങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചു വന്നു. കാരണം അവർ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. അവരുടെ അത്ഭുതങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഇല്ലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അത്ഭുതം ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡായി ചെയ്യും. ആരെ സ്റ്റാൻഡേർഡിൽ നിന്ന് ചെയ്യും? ആരുടെ സ്റ്റാൻഡേർഡിൽ നിന്ന് ചെയ്യും? ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് ചെയ്യും. മനുഷ്യൻ ചെയ്യുമ്പോൾ ആ സ്റ്റാൻഡേർഡ് ചെയ്യൂ. സാത്താൻ ചെയ്താൽ അവൻ്റെ സ്റ്റാൻഡേർഡേ ചെയ്യൂ. അവനൊരു ദൂതനാണ്, അവൻ ആ സ്റ്റാൻഡേർഡേ ഉള്ളൂ. മനുഷ്യൻ ഒരു ശ്വാസമാണ്, അവൻ ആ സ്റ്റാൻഡേർഡേ ഉള്ളൂ. പക്ഷെ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഈ ഉലകത്തെ ഉണ്ടാക്കിയവനാണ്. ഒരു വാക്കിനായി ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നവനാണ്. ക്രിയേറ്റ് ചെയ്യുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ഇല്ലാത്തത് ഉളവായി വരുന്ന വർഷമാണ് 2026. കർത്താവിൻ്റെ അത്ഭുതം കണ്ടപ്പോൾ രോഗികൾ സൗഖ്യമായപ്പോൾ, കൂനന്മാർ നിവർന്നു നിന്നപ്പോൾ, കുരുടന്മാർ കണ്ടപ്പോൾ,
ചെകിടന്മാർ കേട്ടപ്പോൾ അത്ഭുതം നടന്നപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഞാൻ വിശ്വസിക്കുന്നു ചെകിടർ കേട്ടെന്ന് എഴുതിയിരിക്കുന്നില്ല, അവന് ചെവി ഇല്ലായിരുന്നു. ചെവി അടഞ്ഞവനല്ല, ചെവിയുടെ സ്ഥാനത്ത് അവിടെ ഹോള് പോലും ഇല്ലാത്തവനായിരിക്കും അത്ഭുതം നടന്നത്. കണ്ണിന്റെ സ്ഥാനത്ത് ഹോള് പോലും ഇല്ലാത്തവനായിരിക്കും പുതിയ കണ്ണ് വന്നത്. ഹല്ലേലൂയ. നട്ടല് പൊട്ടി പീസ് പീസായ കൂരന്മാരായിരിക്കും നിവർന്ന് വടി പോലെ നിന്നത്. 38 വർഷം കിടന്നവൻ എന്ത് ചെയ്തു? ചാടി എണീറ്റ് അവൻ്റെ മെത്തയും മടക്കി വെച്ച് നടന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നില്ലേ? അത് കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തെ അറിയാതെ ദൈവമേന്ന് വിളിക്കൂലേ? വിളിക്കുവോ? 2026 പലരെയും ദൈവമേന്ന് വിളിപ്പിക്കണ്ടേ? ഇന്നും പലരെയും വിളിപ്പിക്കുന്നുണ്ട് നിങ്ങൾ. ഹല്ലേലൂയ. നിങ്ങളെ വായിൽ നിന്ന് വരുന്ന വാക്ക് നിങ്ങളെ ന്യായക്കേട് കേൾക്കുമ്പോൾ പലരും വിളിക്കുന്നുണ്ട്, ദൈവമേ ഇതൊന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ. ആ ദൈവമെന്നുള്ള വിളിയല്ല കേട്ടാ. നിങ്ങളിൽ നിന്ന് വരുന്ന ദൈവപ്രവൃത്തി കണ്ടിട്ട് എന്ത് ചെയ്യണം? ദൈവമേ എന്ന് വിളിക്കണം. ഒറിജിനൽ ദൈവത്തെ വിളിക്കണം. ഇന്ന് ഗതികെട്ട് വിളിക്കുന്നതാണ്. ആ ഗതികെട്ട വിളി നിർത്തിയിട്ട് ഒറിജിനൽ വിളി വിളിപ്പിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആർ യു റെഡി? നിങ്ങൾ റെഡിയാണോ? ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 16 വരെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 16 വരെ. പിറ്റന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരും കൂടെ പോയി. അവൻ പട്ടണത്തിൻ്റെ വാതിലിലൂടെ അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. 14 ബാല്യക്കാരെ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്നു, സംസാരിപ്പാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരും ഭയം പിടിച്ച്, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. ഹല്ലേലൂയ. അവിടെയും ആരെയാണ് മഹത്വപ്പെടുത്തിയത്? ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനം കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? മരിച്ചവൻ എഴുന്നേൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നയീൻ എന്ന പട്ടണത്തിനകത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നു. ആദ്യമായി, അല്ലെങ്കിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ധാരാളം ഉയർപ്പിൻ്റെ ശുശ്രൂഷ കർത്താവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പരസ്യമായി കർത്താവ് ഒരു ശുശ്രൂഷ ചെയ്തു. ശപിക്കപ്പെട്ട പട്ടണമെന്ന് പറഞ്ഞ അടുത്ത് ശാപം നീക്കി അത്ഭുതം നടന്ന സ്ഥലമാക്കി അതിനെ മാറ്റി. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് ആ വ്യക്തിയെ തൊട്ട് അത്ഭുതം ചെയ്തപ്പോൾ അവിടെ നിന്ന പുരുഷാരം, അവിടെ നിന്ന വ്യക്തികൾ അത്ഭുതപ്പെട്ടു. ഹല്ലേലൂയ. 2 ദിവസം മുന്നേ ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു. എൻ്റെ മകൻ്റെ ഒരു ആവശ്യമായി ഹോസ്പിറ്റലിൽ പോയി. ഈ നീണ്ട നിര കണ്ടപ്പോൾ ഞാൻ ഏറ്റവും ബാക്കിൽ ചെന്ന് നിന്നിട്ട് ആദ്യം ആലോചിച്ച കാര്യം ഇങ്ങനെയാണ്: കർത്താവ്, ഇത്രയും വ്യക്തികൾ ഡോക്ടർമാരെ തിരക്കി നടക്കുന്നു. ഇവരെ കർത്താവിലേക്ക് തിരിക്കുവാൻ ഒരു വ്യക്തി അങ്ങ് എഴുന്നേൽപ്പിക്കണമേ. എന്തെങ്കിലും മനസ്സിലായ അർത്ഥം എന്തോന്നാണ്? ഒരാൾ അത്ഭുതം ചെയ്താൽ അവിടേക്ക് ആൾക്കാർ പാഞ്ഞു വരും. നിങ്ങൾ ആരെയും വിളിക്കണ്ട. 100% ഞാൻ പറയുന്നു, നിന്നിലൂടെ അത്ഭുതം വെളിപ്പെട്ടാൽ ജനം ഇവിടേക്ക് വരും. നീ എവിടെ ആയിരിക്കുന്നു അവിടെ ജനം നിന്നെ തിരക്കി വന്നിരിക്കും. അത്ഭുതം നടക്കുമ്പോൾ അവിടെ വരുന്ന ജനത്തിനെ നീ അത്ഭുതത്തിന് മാത്രമായി ഉപയോഗിക്കരുത്. അവനോട് പാവത്തെക്കുറിച്ച് സംസാരിക്കണം, നിത്യജീവനെക്കുറിച്ച് സംസാരിക്കണം. നീ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നവനായി തീരണം. അത്ഭുതം നടക്കുമ്പോൾ നിന്റെ മേൽ കിടക്കുന്ന അധികാരവും അത്ഭുതങ്ങളും നിന്നെ വെളിപ്പെടുത്തുവാൻ നിന്നാൽ അധികം ആൾക്കാർ നിന്നോടൊപ്പം ചിലപ്പം കാണുമായിരിക്കാം, പക്ഷെ അത് ദൈവത്തിനൊരു പ്രയോജനവും ഉണ്ടാവില്ല. 2026 കർത്താവിന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത്, അടയാളങ്ങൾ ചെയ്ത്, ദൈവത്തിന് വേണ്ടി ദൈവസഭയെ രൂപാന്തരപ്പെടുത്തുന്ന വ്യക്തികൾ, അഭിഷിക്തന്മാർ എഴുന്നേൽക്കുന്ന വർഷമാണ്. അതിനകത്ത് ഞാനും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവസഭയുടെ അകത്ത് ഉണർവിന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികളിലേക്ക് കർത്താവ് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളായി ഇറങ്ങി വരുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു.
കർത്താവിൻ്റെ വലിയ കരം ഇതേപോലെ പല സ്ഥലങ്ങളിൽ, 1-2 സ്ഥലത്തൊന്നും അല്ല കേട്ടോ. പക്ഷെ അതിനകത്ത് വിശ്വസിച്ചവർ ഭയങ്കരമായി വിശ്വസിച്ചു ദൈവത്തെ. വിശ്വസിക്കാത്തവർ ഒന്നും വിശ്വസിച്ചില്ല. ഒരുവൻ കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, കർത്താവേ, ഇന്ന വ്യക്തിക്ക് സുഖമില്ല, പക്ഷെ നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനും ഇല്ല. ഒരു വാക്ക് ഇവിടെ നിന്നുകൊണ്ട് കൽപ്പിച്ചാൽ എന്ത് ചെയ്യും? ഇത്രയും കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന അവൻ സൗഖ്യമാകുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷിക്തന്മാരെ, നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ വിളിച്ച് പറയുന്നു, നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിദേശത്ത് അത്ഭുതം നടക്കും. കാരണം നീ അല്ല ചെയ്യുന്നത്, ദൈവ മഹത്വത്തിന് വേണ്ടി ദൈവം നിന്നിലൂടെ പ്രവർത്തിക്കുകയാണ്. 2025 കൃത്യമായി പറഞ്ഞാൽ കർത്താവ് നിന്നെ ഉപയോഗിക്കുന്ന വർഷമാണ്. അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ കർത്താവ് വെളിപ്പെടുന്ന വർഷമാണ് 2026. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 21 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ താഴോട്ട്, ശാസ്ത്രിമാരും പരീക്ഷന്മാരും ദൈവദൂഷണം പറയുന്ന ഇവനാർ, ദൈവം ഒരുവനല്ലാതെ പാപികളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ചിന്തിച്ചു തുടങ്ങി. അതിൻ്റെ മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. കർത്താവ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ 18-ാം വാക്യം, അപ്പോൾ ചില ആളുകൾ പക്ഷപാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ട് വന്നു, അവനെ അകത്തു കൊണ്ടുചെന്ന് അവൻ്റെ മുൻപിൽ വയ്പ്പാൻ ശ്രമിച്ചു. പുരുഷാരം ഹേതുവായി അവനെ അകത്ത് കൊണ്ട് ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓട് നീക്കി അവനെ കിടക്കയുടെ നടുവിൽ യേശുവിൻ്റെ മുന്നിൽ ഇറക്കി വെച്ചു. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ, മനുഷ്യ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ പക്ഷപാതം പിടിച്ച് കിടക്കാൻ കാരണം എന്താണ്? അപ്പം അവൻ്റെ പാപമായിരുന്നു. അതിന്നുണ്ട് കേട്ടോ. രോഗം പല രീതിയിൽ വരാം. പാപത്തിലൂടെ വരാം, ശാപത്തിലൂടെ വരാം. രോഗം പല രീതിയിൽ വരാം. പാപത്തിലൂടെ, ശാപത്തിലൂടെ, നിനക്കെതിരെയുള്ള പ്രയോഗങ്ങളിലൂടെ പല രീതിയിൽ നിന്റെ ജീവിതത്തിലേക്ക് വരാം. അപ്പോൾ അതിനകത്ത് കർത്താവ് അവനോട് ചെയ്തത് അവൻ്റെ പാപങ്ങളെ ആദ്യം ക്ഷമിച്ചു. ഈ പാപം ക്ഷമിക്കുവാൻ അന്ന് വരെ ശാസ്ത്രിമാരും പരീക്ഷന്മാരും പഠിച്ചിട്ടുള്ളത് ആർക്ക് മാത്രമാണ് കഴിയുന്നത്? ദൈവത്തിന് മാത്രമാണ്. അതുകൊണ്ട് അതിൻ്റെ തൊട്ട് താഴെ 21-ാം വാക്യം പറഞ്ഞു, ശാസ്ത്രിമാരും പരീക്ഷന്മാരും ദൈവദൂഷണം പറയുന്ന ഇവനാർ, ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവർ ആർ എന്ന് ചിന്തിച്ചു തുടങ്ങി. യേശു അവരുടെ ചിന്തകളറിഞ്ഞ് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നതെന്ത്? നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നത് ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനെ അവൻ പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ അവർ കാണുകെ അവൻ എഴുന്നേറ്റു താൻ കിടന്ന കിടക്കയെടുത്ത് ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി, ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പക്ഷപാതക്കാരന് 4 പേർ ചുമന്നുകൊണ്ട് വരികയായിരുന്നു. കർത്താവിൻ്റെ അടുക്കൽ പോകാൻ പറ്റാത്തതുകൊണ്ട് കൂര പൊളിച്ച് എന്ത് ചെയ്തു? പുര പൊളിച്ച് അകത്തേക്ക് ഇറക്കി. അവിടെ വെച്ച് കർത്താവ് അവൻ്റെ ശാപത്തെ അല്ലെങ്കിൽ അവൻ്റെ പാപത്തെ പറഞ്ഞു മനസ്സിലാക്കി അവനോട് ക്ഷമ കൊടുത്തതിന് ശേഷം ജനം കാണുകെ എന്ത് ചെയ്തു? സൗഖ്യമാക്കിയപ്പോൾ അവിടെയുള്ള ജനം പറഞ്ഞ വാക്കാണ് ഞാൻ അതിനകത്ത് പറയുന്ന, അപൂർവ കാര്യം കണ്ടല്ലോ. ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ ഒരു സംഭവം അവർ ആരും കണ്ടിട്ടില്ല. അപൂർവമായ അത്ഭുതങ്ങൾ നടക്കുന്ന വർഷമാണ് 2026. ഇതാണ് ഞാൻ പറയുന്നത്, വിശ്വസിക്കാൻ കഴിയാത്ത, നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ വിദ്യാഭ്യാസത്തിനോ നമ്മുടെ യോഗ്യതയ്ക്കോ നമ്മുടെ വെളിപ്പാടിനോ വിശ്വസിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപൂർവ കാര്യം കണ്ടുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ജനം എന്ത് ചെയ്തു? വിശ്വസിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം, ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ?
ഇവനോട് കർത്താവ് പറഞ്ഞു, കിടക്കയെടുത്ത് നടക്കുക. നേരത്തെ 4 പേര് എടുത്ത് പൊക്കിക്കൊണ്ടുവന്ന കിടക്ക കട്ടിലെടുത്തുകൊണ്ട് അവൻ തലയിൽ വെച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നടന്നുപോയി. ഹല്ലേലൂയ. നിങ്ങൾ ആ കാഴ്ച കണ്ടോ? ഇങ്ങോട്ട് വന്നപ്പോൾ എത്ര പേരാണ്? 4 പേര് പൊക്കിക്കൊണ്ടുവന്നു. ആ 4 പേര് ചേർന്ന് പുര പൊളിച്ച് ആ 4 പേര് ചേർന്ന് കയറത്ത് കെട്ടി, ചിലപ്പോൾ താഴോട്ടുള്ളവരൊക്കെ താങ്ങി വിട്ട് കാണും. എന്നിട്ട് ആ കിടക്കയെടുത്ത് താഴെ വച്ച് അടുത്ത നിമിഷം അവൻ്റെ പാപത്തെ കർത്താവ് മോചിപ്പിച്ച് ആ കിടക്കയെടുത്ത് നടക്കാൻ പറഞ്ഞു. അവൻ്റെ കിടക്ക മാത്രമല്ല, അവൻ്റെ കട്ടിൽ വരെ അവൻ പൊക്കിക്കൊണ്ട് നടന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നും നമ്മളെ നാട്ടിൽ നടന്നില്ലെങ്കിൽ, നമ്മളെ നാട്ടിൽ ഇപ്പം നടന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, പണ്ടും നടന്നിട്ടുണ്ട്, പക്ഷെ പലരും അംഗീകരിച്ചിട്ടില്ല. വീൽ ചെയറുകളെ പൊക്കിക്കൊണ്ട് ജനം നടക്കും. ഹല്ലേലൂയ. ഇങ്ങനെ പറ ബ്രദറെ, ഞാൻ നിൽക്കുന്നിടത്ത് അത് സംഭവിക്കുമെന്ന് പറ. ഞാൻ വചനം പറയുന്നിടത്ത് അത് സംഭവിക്കും. ഞാൻ ശുശ്രൂഷിക്കുന്നിടത്ത് അത് സംഭവിക്കും. കാരണം 2026 കർത്താവ് അങ്ങനെ അത്ഭുതങ്ങളുടെ വർഷമായാണ് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 9 കൃപാവരങ്ങളും ജ്വലിക്കുന്ന വർഷമാണ് 2026. 2025 എന്തായിരുന്നു? 9 ഫലങ്ങളും വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിച്ച വർഷമാണ് നമ്മുടെ സഭയുടെ അകത്ത്. 9 ഫലങ്ങളും വെളിപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിച്ച വർഷമാണ് എന്ത്? 2025. എത്ര ഫലം നിങ്ങളിൽ നിന്ന് വെളിപ്പെട്ടുവെന്നും എന്താണ് നിങ്ങളിലൂടെ വെളിപ്പെട്ട ഫലമെന്നും നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ, അല്ലേ? വെളിപ്പെട്ടോ? അല്ലോ, വെളിപ്പെട്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ഈ 2026 വർഷത്തിൽ കർത്താവ് തൻ്റെ അഭിഷിക്തന്മാരിന്മേൽ പകരാമെന്ന് പറഞ്ഞിരിക്കുന്നതും ഇന്നും പകർന്നിരിക്കുന്നതുമായ 9 കൃപാവരങ്ങൾ ശക്തിയോടെ ജ്വലിച്ച് വളർന്നു വരുന്ന വർഷമാണ്. രോഗശാന്തി വരം അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയി വളരും. ജ്ഞാനവും പരിജ്ഞാനമുള്ള വ്യക്തികൾ എഴുന്നേൽക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും ഉണ്ടാകും. അതിശയകരമായ ദൈവപ്രവൃത്തി, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. ദൈവത്തിനല്ലാതെ ഈ വ്യക്തിയെ ഇങ്ങനെ മാറ്റുവാൻ കഴിയില്ലെന്ന് ജനം സാക്ഷി പറയുന്ന, ഇത് ദൈവത്താൽ സംഭവിച്ചുവെന്ന് ചെയ്ത വ്യക്തി സാക്ഷി പറയുന്ന ഒരു പുതിയ സീസണിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇത് എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ പ്രാർത്ഥന കൊണ്ടല്ല, എൻ്റെ വിദ്യാഭ്യാസം കൊണ്ടല്ല, എൻ്റെ യോഗ്യത കൊണ്ടല്ല, ഇത് ദൈവം എന്നെ ഉപയോഗിച്ചതാണെന്ന് പറയുവാൻ തക്കവണ്ണം ഈ സീസൺ പൂർണ്ണമായും ഒരു പുതിയ ചേഞ്ചിലേക്ക് 2026 ഇതുവരെ കാണാത്ത ഒരു ഉണർവിലേക്ക്, ഇതുവരെ കാണാത്ത അത്ഭുതങ്ങളിലേക്ക്, ഇതുവരെ കാണാത്ത അടയാളങ്ങളിലേക്ക്, ഇതുവരെ കാണാത്ത വീര്യപ്രവൃത്തിയിലേക്ക് ഇതിനകത്ത് അത് വേണമെന്നുള്ളവർ സ്വീകരിച്ചാട്ടെ. കർത്താവ് ചിലരുടെ മേൽ ആ ഗിഫ്റ്റുകളെ ഇപ്പോൾ കൈമാറുന്നു. ചിലരുടെ മേൽ അഭിഷേകത്തോടെ, അധികാരത്തോടെ കൃപാവരങ്ങൾ ജ്വലിക്കുവാൻ പോകുന്നു പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. പ്രവചന നാവുള്ളവർ എഴുന്നേൽക്കും. പ്രവാചകന്മാർ അത്ഭുതങ്ങൾ ചെയ്യും, അടയാളങ്ങൾ ചെയ്യും, ശുശ്രൂഷകൾ വെളിപ്പെടും, അതിശയകരമായ ദൈവപ്രവൃത്തി വെളിപ്പെടും, വീരപ്രവൃത്തികൾ വെളിപ്പെടും, അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും. കൂനന്മാർ എഴുന്നേൽക്കും, കുരുടന്മാർ കാണും, ചെകിടന്മാർ കേൾക്കും, കുഷ്ഠരോഗികൾ സൗഖ്യമാകും, ബന്ധിതന്മാർ വിടിവിക്കപ്പെടും. സൗഖ്യം നിരന്തര കാഴ്ചയായി മാറും. നാച്ചുറലായി സൂപ്പർ നാച്ചുറൽ നടക്കുന്ന വർഷമാണ് 2026. അപ്പോസ്തല പ്രവർത്തികൾ നടന്നതിനേക്കാൾ ഉപരിയായി ദൈവം വലിയ കരത്തോടെ, വലിയ അത്ഭുതത്തോടെ, അടയാളത്തോടെ സാധാരണ ജനത്തെ ഉപയോഗിക്കുന്ന വർഷമാണ് 2026. അസാധാരണമായ വീരപ്രവൃത്തികളുടെ വർഷമാണ് 2026. ദൈവസഭയുടെ മഹത്വം, പൂർണ്ണ മഹത്വം വെളിപ്പെടുന്ന വർഷമാണ് 2026. അതിനുവേണ്ടി കാഹളമുതുന്ന ദൂതന്മാരെ ഇറക്കുന്ന വർഷമാണ് 2026. 2026 കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഉയർന്നു വന്നാലും സഭയെ മുടിച്ചു കളയുമെന്ന് വെല്ലുവിളിക്കുന്നവരുടെ മധ്യേ ഉയർച്ച പ്രാപിക്കുന്ന വർഷത്തിലേക്ക് സ്വർഗം ഈ സഭയെ അതിലേക്ക് കയറ്റുന്നു. ആരാധിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ, ആരാധിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. ശുശ്രൂഷ വെളിപ്പെടുവാൻ പോകുന്നു. 2026
ഈ വർഷം കർത്താവ് വലുത് നമുക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നു. എല്ലാവരും എഴുന്നേറ്റ് ആരാധിച്ചോട്ടെ. കർത്താവേ, ഈ സമയം ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഇതിനകത്ത് രോഗികളായിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ ഇതിനകത്തായിരിക്കുന്ന രോഗികൾ സൗഖ്യമാവട്ടെ. ഇതിനകത്തായിരിക്കുന്ന പൈശാചിക ബന്ധനങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ഇതിനകത്തായിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിനകത്തിരിക്കുന്ന മാനസിക അസ്വസ്ഥതകൾ, ശാരീരിക അസ്വസ്ഥതകൾ, ആത്മീകമായുള്ള അസ്വസ്ഥതകൾ യേശുവിന്റെ നാമത്തിൽ ഹീലാവട്ടെ. ഹീലാവട്ടെ. ഒരു റിക്കവറി ഉണ്ടാകട്ടെ. മധ്യഭാരതത്തിൽ സ്പിരിറ്റുകൾ അഴിയട്ടെ. ഈ സഭയുടെ അകത്ത് ദൈവപ്രവൃത്തി ഇപ്പോൾ വെളിപ്പെടട്ടെ. ഉദര സംബന്ധമായ രോഗങ്ങൾ മാറട്ടെ. യൂട്രസ് കംപ്ലൈന്റുകൾ മാറട്ടെ. ദൈവസഭയുടെ അകത്ത് ഇന്ന് നിൽക്കുന്ന ഈ വ്യക്തികളുടെ മേൽ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാവട്ടെ. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ. വിടുതലുകൾ ഈ സമയത്ത് നടക്കട്ടെ. തേയ്മാനങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ. ഷുഗർ പ്രോബ്ലങ്ങൾ നോർമലാകട്ടെ. BP പ്രോബ്ലങ്ങൾ നോർമലാകട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാ കർത്തനവൻ, വല്ലഭനാ വെളിപ്പെടുമേ. നല്ലവനാ കർത്തനവൻ, വല്ലഭനാ വെളിപ്പെടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാ. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താൽ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താൽ. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടക്കുമേ. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടക്കുമേ. മൂടന്തുള്ളവർ കുതിച്ചുയരും, ഊമരെല്ലാം സ്തുതി മുഴക്കും. മൂടന്തുള്ളവർ കുതിച്ചുയരും, ഊമരെല്ലാം സ്തുതി മുഴക്കും. ഭൂതങ്ങൾ വിട്ടുടൻ പോകും, സർവബാധയും നീങ്ങിടുമേ. ഭൂതങ്ങൾ വിട്ടുടൻ പോകും, സർവബാധയും നീങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും, ഗീതസ്വരം മുഴങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും, ഗീതസ്വരം മുഴങ്ങിടുമേ. നിന്നിതായി പാത്രരമേവാൻ നമ്മെ നായകൻ കൈവിടുമോ? നിന്നിതായി പാത്രരമേവാൻ നമ്മെ നായകൻ കൈവിടുമോ? എഴുന്നേറ്റു നാം പണിതിടുക, തിരുകരങ്ങൾ നമ്മോടിരിക്കും. എഴുന്നേറ്റു നാം പണിതിടുക, തിരുകരങ്ങൾ നമ്മോ. അത്ഭുതം, അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. നിത്യ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും, നിത്യ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും, തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. മിന്നൽ പിണരുകൾ വീശും,
പിന്മാരിയെ ഊറ്റുമവൻ, മിന്നൽ പിണരുകൾ വീശും. പിന്മാരിയെ ഊറ്റുമവൻ, ഉണരുകയാ ജനകോടികൾ. തകരുമപ്പോ ദുശക്തികളും ഉണരുകയാ കർത്താവേ. ജനകോടികൾ അങ്ങക്ക് വേണ്ടി ഇറങ്ങട്ടെ കർത്താവേ. അസാധാരണമായ ദൈവമഹത്വം വെളിപ്പെട്ട് അത്ഭുത നാമം, അങ്ങയുടെ നാമം എല്ലാ നാമത്തിലും മേലായ നാമം ഞങ്ങൾ ഇതിനകത്ത് ഡിക്ലെയർ ചെയ്യുന്നു. എല്ലാ അന്ധകാര ദുഷ്ടപൈശാചികളുടെയും രോഗാത്മസാന്നിധ്യങ്ങളെ മുഴങ്കാലുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ഈ 2025 കഴിഞ്ഞ് 26 ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ മടങ്ങട്ടെ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജനങ്ങളുടെ ദൈവസഭയ്ക്കെതിരെ നിൽക്കുന്ന വ്യക്തികളുടെ മുഴങ്കാലുകൾ മടങ്ങത്തെ കയറിയതിൽ അത്ഭുതം നടക്കട്ടെ. അതിനകത്ത് ദൈവശക്തി വെളിപ്പെടട്ടെ. ഇതിനകത്ത് അങ്ങനെയുള്ള വ്യക്തികളുടെ ദൈവശക്തി വെളിപ്പെടട്ടെ. അത്ഭുതങ്ങൾ, മലയാളങ്ങൾ, വീരപ്രവൃത്തികൾ ചെയ്യുന്നവർ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. റിയാന്ത ഷട്ടാല റികാല ചൂടാല റാബാല ലിബാരത ഷട്ടാല റിബാല ചൂടാബ ലിബാരതാര ചൂടാലത. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എല്ലാവരും വായുകളെ തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. കർത്താവെ, ഞങ്ങൾ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കേട്ടതുപോലെ ദൈവസഭയുടെ അകത്തേക്ക് അത്ഭുതങ്ങൾ നടക്കട്ടെ, അടയാളങ്ങൾ നടക്കട്ടെ, വീരപ്രവൃത്തികൾ നടക്കട്ടെ. അത് എന്നിലൂടെ വെളിപ്പെടട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും വായുകളെ തുറന്നാട്ടെ. കർത്താവെ, അങ്ങയുടെ വലിയ പ്രവൃത്തി എൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. അസാധാരണമായ ദൈവ മഹത്വം വെളിപ്പെടട്ടെ. അങ്ങയുടെ വലിയ കരം ചലിക്കട്ടെ. എല്ലാവരും വലത്തെ കാലെടുത്ത് ഫ്രണ്ടിലേക്ക് വെച്ചാട്ടെ. കർത്താവെ, ഞങ്ങൾ 2025 നിന്ന് 26 പ്രവേശിക്കുന്നു. ഈ സഭയെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. ഇതിനകത്ത് നിൽക്കുന്ന അഭിഷിക്തന്മാരെ, ഇതിനകത്ത് നിൽക്കുന്ന വിശ്വാസികളെ, ഞങ്ങൾ കേട്ടതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും വെളിപ്പെടുന്ന വർഷത്തിലേക്ക് ഞാൻ പൂർണ്ണമായും അഭിഷേകത്തോടെ അധികാരത്തോടെ പ്രവേശിപ്പിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരു മിറാക്കുലസ് ഡേയിലേക്ക്, മിറാക്കുലസ് ഇയറിലേക്ക്, അത്ഭുതങ്ങളുടെ വർഷങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. The year of miraculous 2026 2026 അത്ഭുതങ്ങളുടെ വർഷം. ഞാനത് ചെയ്യും. ഈ സഭയുടെ അകത്തുള്ള അഭിഷിക്തന്മാർ അത് ചെയ്യും. മിറാക്കുലസ് ഇയറിലേക്ക് സ്വാഗതം, സ്വാഗതം, സ്വാഗതം. പുതിയൊരു അഭിഷേകം ചിലരുടെ മേൽ വീഴുന്നു. ശുശ്രൂഷയുടെ പുറപ്പ് വീഴുന്നു. ഈ 2026 നിന്റെ വർഷമാണ്. ഇനി വെയിറ്റ് ചെയ്യരുത്. തൊട്ടടുത്ത് നിൽക്കുന്ന ആളിന് കരം കൊടുക്കണം. ഒരാൾക്ക് നിങ്ങൾ കരം കൊടുക്കണം. ഇനി ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ 2 പേരാ 3 പേരുണ്ടെങ്കിൽ 3 പേര് ഒരുമിച്ച് കരം പിടിക്കണം. ഒരാളെയും കരം പിടിക്കാതെ നിൽക്കരുത്. കർത്താവേ, പ്രാർത്ഥിരേ. കർത്താവേ, ഈ 2026 പ്രവേശിച്ച ഞാൻ എനിക്ക് തന്ന വാഗ്ദത്തത്തെ വിശ്വസിക്കുന്നു. ഇത് അത്ഭുതങ്ങളുടെ വർഷത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുന്നു. ഈ മിറാക്കുലസ് എയറിലേക്ക് കടന്ന ഞാൻ കരം പിടിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ്റെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും മേഖലയിൽ ഇവനൊരു അത്ഭുതം നടക്കണമെങ്കിൽ കർത്താവ് ആ അത്ഭുതത്തിൻ്റെ വാതിൽ ഇന്ന് രാത്രികാലം അവനെ തുറക്കുവാൻ
എത്ര വർഷക്കാലമായി അത് അടഞ്ഞെന്നോ, എത്ര വർഷക്കാലം അത് അവന് ലഭിക്കില്ലെന്ന് അവൻ വിചാരിക്കുന്നെന്നോ, ഇതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല കർത്താവേ. ഞാൻ ഒരു കാര്യം നിശ്ചയമായും വിശ്വസിക്കുന്നു, അങ്ങേ തൊട്ടവനും അത്ഭുതം നടന്നതുപോലെ ഞാൻ കരം കൊടുത്തിരിക്കുന്ന ഈ സഹോദരൻ, ഈ സഹോദരി ഇവിടെ ജീവിതത്തിനകത്ത് ഇന്നൊരത്ഭുതം നടക്കട്ടെ. ഞാൻ അതിനെ ഡിക്ലെയർ ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവൻ്റെ ആത്മീകമായും ഭൗതികമായും ശാരീരികമായും മാനസികമായും എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ ആരോഗ്യവും ദൈവത്തിൻ്റെ റിക്കവറിയും ദൈവത്തിൻ്റെ പ്രവൃത്തിയും വെളിപ്പെടുന്നതിന് വേണ്ടി ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സംഭവിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു സാക്ഷിയായി അവൻ പറയട്ടെ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി എന്നിലൂടെ വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഓരോ പടങ്ങളിൽ ഇരുന്നാട്ടെ. എന്താണ് മിറാക്കുലസ്? എനിക്ക് ഈ വാക്ക് ഞാൻ ആദ്യമായി കേൾക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ല, ഇംഗ്ലീഷിൽ ഭയങ്കര പരിജ്ഞാനമൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ കർത്താവ് എനിക്ക് പറഞ്ഞു തന്ന വാക്കാണ്. ഞാൻ ഡിക്ഷണറി നോക്കി. നമുക്ക് പിന്നെ AI ടെക്നോളജി വന്നുകൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. AI എനിക്ക് പറഞ്ഞു തന്നു, സാധാരണ യുക്തിക്ക് നിരക്കാത്ത അല്ലെങ്കിൽ ദൈവകൃപയാൽ നടക്കുന്നതോ ആയുള്ള കാര്യങ്ങളെ വിവരിക്കുന്ന വാക്കാണ് മിറാക്കുലസ്. സാധാരണ ബുദ്ധി കൊണ്ട് വിശ്വസിക്കാൻ കഴിയാത്തതാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റിൽ കേട്ടതുപോലെ കിടന്നു വന്ന പക്ഷപാതക്കാരൻ കട്ടിലും എടുത്തുകൊണ്ട് നടക്കുന്നു. ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? നമ്മളെ മലയാളിയാണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ എന്ത് പറയും? ഇത് പൈസ കൊടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അത്ഭുതം നടക്കാൻ വേണ്ടി ഒരു ആക്ടർ ഇതിനകത്ത് വന്നതാണെന്ന് വിശ്വസിക്കും. പക്ഷേ സാധാരണ ഒരു വ്യക്തി ദൈവത്തെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞുകൂടാത്തവർ വിശ്വസിക്കുന്നത് ഒരു അത്ഭുതമായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസഭ അതിനു വേണ്ടി ഒരുങ്ങുക. നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി വളർത്തുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൺഡേ സ്കൂളിൽ മുടക്കരുത്. നിങ്ങളെ കൂടെ കർത്താവ് ആക്കി വെച്ച അഭിഷിക്തനോടൊപ്പം ചേർന്ന് നിൽക്കണം. അഭിഷേകത്തെ അംഗീകരിക്കണം. നേരത്തെ പറഞ്ഞതൊന്നുകൂടെ ഞാൻ പറയുന്നില്ല. വചനം വായിക്കുക, ആരാധിക്കുക, പ്രാർത്ഥിക്കുക, കർത്താവിന് എല്ലാത്തിലും നന്മ കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെല്ലാവരെയും മനസ്സറിഞ്ഞ് ഒരിക്കൽ കൂടി ഞാൻ ഇതിനു വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാം ഹാപ്പി ന്യൂ ഇയർ. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിക്ക് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. എല്ലാ മേഖലയിലും ഹാപ്പി ന്യൂ ഇയർ ആയിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശക്തമായ രീതിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ടോട്ടലായി ഒന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിച്ച ശേഷം നമുക്ക് ആരാധന നടത്താം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വൈകുന്നേര സമയത്ത് ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങ് ഇറങ്ങി വന്നതിനായി നന്ദി. അങ്ങയുടെ വലിയ പ്രവൃത്തി വെളിപ്പെട്ടെന്ന് ഇതിനകത്തിരുന്ന എന്നെയും ഇതിനകത്തായിരിക്കുന്ന ചില വ്യക്തികളുടെയും ആത്മീക കണ്ണുകളെ അങ്ങ് തുറന്നതിനായി നന്ദി. ആത്മീക ചെവികളെ അങ്ങ് തുറന്നതിനായി നന്ദി. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ പോകുന്ന നന്ദി. അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും ഞങ്ങൾ നിരന്തരമായി ചെയ്യുവാൻ പോകുന്ന നന്ദി. ഞങ്ങളുടെ ദൈവസഭ വളരുവാൻ പോകുന്ന നന്ദി. ഞങ്ങളുടെ ദൈവം മഹത്വം വെളിപ്പെടുവാൻ പോകുന്ന നന്ദി. ഞങ്ങളുടെ വലിയ കരം ചലിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടണം. ഈ പ്രിയ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ അങ്ങ് തൊട്ടതിന് നന്ദി. ഇന്ന് ഇതിനകത്തായിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിനകത്ത് സൗഖ്യം വെളിപ്പെട്ടതിന് നന്ദി. നിങ്ങളുടെ മേലൊരു രോഗമുണ്ട് എന്ന് പറയുന്ന വ്യക്തികളാണെങ്കിൽ വിശ്വസിക്കുക, അത് സൗഖ്യമായെന്ന് വിശ്വസിക്കുക. ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് നിങ്ങൾ നിന്നിട്ട് മടങ്ങി പോകുമ്പോൾ അത് എന്ത് വലിയ രോഗമായാലും നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവപ്രവൃത്തി അതിനകത്ത് വെളിപ്പെടും. കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്ത ആഴ്ച ഞാൻ സാക്ഷി പറയുമെന്ന് വിശ്വസിക്കുക. കർത്താവ്, ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾ മറ്റുള്ളവർക്ക് അടയാളങ്ങളായി തീരട്ടെ. ഞങ്ങൾ മറ്റുള്ളവർക്ക് അത്ഭുതമായി തീരട്ടെ.
അനേകരെ വിടിവിക്കുന്ന, അനേകരെ കർത്താവിൽ സൗഖ്യമാക്കുന്ന, അനേകരെ കർത്താവിൽ നിന്ന് അത് കർത്താവ് പ്രാപിച്ചെടുക്കുന്ന, കർത്താവ് അനേക ആത്മാക്കളെ നേടുന്ന ഒരു വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഇതിനകത്ത് വരുന്ന കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അങ്ങ് സംസാരിച്ചു. എന്നെയും എന്നെ ഇതിനകത്തായിരിക്കുന്നവരുടെയും ശുശ്രൂഷകളെ, അവരുടെ കുടുംബങ്ങളെ, അവരുടെ വ്യക്തിപരമായ ജീവിതത്തെ അങ്ങ് സംരക്ഷിക്കണം. അങ്ങയുടെ വലിയ പ്രവൃത്തികൾ പറഞ്ഞു. അതിനായ ദൈവദൂതന്മാർ ഇന്ന് രാത്രികാലം മുതൽ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കണം. ഞങ്ങൾ വ്യത്യസ്തരായി തീരട്ടെ. ഞങ്ങളുടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് കർത്താവിൻ്റെ വലിയ കരം ചലിക്കും. യേശുക്രിസ്തു തന്നെ നാമത്തെ പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവേ, ആമീൻ.